ഈ വീഡിയോയിൽ നമ്മൾ ഉണക്കമീനും സവാള ഇട്ടുണ്ടാക്കിയൊരു ഉണക്കമീൻ റെസിപ്പിയും പിന്നെ മാങ്ങാ ചമ്മന്തിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെസിപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത്. എനിക്ക് ഉണക്കമീനുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീനായത് കേട്ടോ. പിന്നെ പഴഞ്ഞു കുടിക്കാനൊക്കെ എനിക്ക് മത്തിയാണ് ഇഷ്ടം കേട്ടോ. മത്തി ചുട്ടതും മത്തി വറുത്തതും ഒക്കെ എനിക്ക് പഴഞ്ഞു കുടിക്കാൻ ഇഷ്ടം കേട്ടോ. പിന്നെ മാങ്ങാ ചമ്മന്തി, അതിന് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. പൊതുവെ എനിക്ക് പുളി അത്ര ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ മാങ്ങ ചമ്മന്തി ഇഷ്ടമാണ്. എന്താണെങ്കിലും പുളിയുള്ള മാങ്ങയുണ്ട്, ഞാൻ കുറച്ച് ഇട്ടുള്ളൂ മാങ്ങ. പിന്നെ നമ്മൾ തേങ്ങയും ഉപ്പൊക്കെ ഇട്ട് വീണ്ടും ഒന്ന് അരച്ചെടുത്തു. എന്നിട്ട് നമ്മൾ മീൻ കഴുകാൻ വെച്ചിരുന്നത് ഉപ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. മുളക് പൊടി ഞാൻ അധികം ചേർക്കാറില്ല കേട്ടോ. ഒത്തിരി മുളക് പൊടി ചേർത്താൽ അതൊരു കരിഞ്ഞിരിക്കും, ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു. അതിൽ എണ്ണ ഒഴിച്ചു. ചൂടായപ്പം നമ്മുടെ ഉണക്കമീനും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചേക്കുന്ന മീനിട്ട് കൊടുത്തു. അതൊരു 3/4 വരെ ആയപ്പോഴേക്കും അതിനകത്തേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പക്ഷേ ഇതിനകത്ത് പച്ചമുളക് കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എനിക്ക് പച്ചമുളക് എൻ്റെ കയ്യിൽ വേറെ ഇല്ലായിരുന്നു ഇടാനായിട്ട്, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ കറിയെ. മാങ്ങാ ചമ്മന്തി, നെല്ലിക്ക അച്ചാർ, നമ്മുടെ ഉണക്കമീൻ സവാള ഇട്ട് വഴറ്റിയത് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് പപ്പായ കിട്ടി, നല്ല ചുമന്ന കളറിലെ, നല്ല മധുരമായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ.